നമ്മുടെ ബഹുമാനപ്പെട്ട IT സെക്രട്ടറി ശ്രീ ശിവശങ്കർ പറഞ്ഞ രണ്ട് കാര്യം ഗൗരവമായി എടുക്കേണ്ടതുമാണ്. ഒരു കുടിച്ചാൽ മലയാളം പള്ളിക്കൂടം നിലനിൽക്കും. ആ ഒരു കുട്ടി മതി നമുക്ക്. എന്തു പറയാൻ, നല്ല വാക്കുച്ചരിക്കാൻ പ്രാണിയുണ്ടായാൽ അവൻ്റെ വാക്ക് ലോകം കേൾക്കും, ഉറപ്പാണ്. ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി. ഈ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ചേർന്ന് ഒരു കുട്ടി ആയിത്തീരും. എല്ലാ കുട്ടികളും ചേർന്നിട്ട് എന്താവും? ഒരു കുട്ടി ആവും. എങ്ങനെയാവും നോക്കാമോ? ഇപ്പൊ നോക്കാമോ? എന്നോട് ഏറ്റു ചൊല്ലാമോ? പാടാമോ? എല്ലാവരും സമ്മതിച്ചോ? നോക്കാം. ഒന്നെങ്ങനെ എഴുതാം? ഒന്നെങ്ങനെ എഴുതാം? ഒന്നെങ്ങനെ എഴുതാം? കുത്തനെ ഒരു വര, കുറിയ വര. കുത്തനെ ഒരു വര, കുറിയ വര. കുത്തനെ ഒരു വര, കുറിയ വര. ഒന്നായി 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 നന്നായി. ഒന്നായി നന്നായി. ഒന്നായി നന്നായി. ഒന്നായേ നന്നാവൂ. നന്നായേ ഒന്നാവൂ. ഒന്നായേ നന്നാവൂ. നന്നായേ ഒന്നാവൂ. ഒന്നാകാം, നന്നാകാം, നന്നാകാം, നന്നാകാം. ഒന്നാകാം, ഒന്നാകാം, നന്നാകാം. നമ്മൾ ഒന്നാകുമ്പോൾ നമ്മൾ നന്നാകും. നമ്മൾ നന്നാകുമ്പോൾ നമ്മൾ ഒന്നാകും. അപ്പൊ എല്ലാവരും നന്നായാൽ എല്ലാവരും ഒന്നാകും, അല്ലേ? എല്ലാവരും ഒന്നായാൽ എല്ലാവരും നന്നാകും. അങ്ങനെയാണ് നമ്മളെല്ലാം ഒന്നാവുന്നത്, അല്ലേ? ഒരുമിച്ച് കളിക്കുമ്പോൾ ഒന്നാണെന്ന് തോന്നൂലേ? അങ്ങനെയാണ്. നമ്മുടെ മലയാളം എന്ന് പറയുന്നതേ മോശപ്പെട്ടൊരു ഭാഷയൊന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ ഭാഷയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭാഷയാണ്. വലിയ ഭാഷയാണ്. ആണോ നോക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ? അറിയാമോ? ആകാശം എന്നതിനെന്താ ഇംഗ്ലീഷ്? സ്കൈ. ആകാശം എന്നതിന്റെ ഇംഗ്ലീഷ്. ഇനി ഒരു ഇംഗ്ലീഷ് കൂടെ ഉണ്ടോ ആകാശം എന്നുള്ളതിന്? ഉണ്ടോ? അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ചോദിച്ചാൽ ആകാശം എന്നുള്ളതിന് ഒരു ഇംഗ്ലീഷ് വാക്ക് കൂടെ പറയാൻ പറ്റുമോ? ടീച്ചറിന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇല്ല, ഇല്ല, ഇല്ല. തീർച്ചയായിട്ടും ഇല്ല, അല്ലേ? ആകാശം എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഒരു വാക്കേ ഉള്ളൂ. അയ്യേ, ഇംഗ്ലീഷിൽ ഒരു വാക്കേ ഉള്ളൂ. അത്രയേ ഉള്ളൂ, വേറെ ഇല്ല. സത്യമായിട്ടുമില്ല. ദൈവത്തിനാണ് ഇല്ല, ഇല്ല. മലയാളത്തിലോ മാനം, മാനം. കണ്ടോ? ഈ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങൾക്ക് കോടി നമസ്കാരം. നിങ്ങൾക്കാണ് നമസ്കാരം. കുഞ്ഞുങ്ങൾക്ക് തന്നെ നമ്മുടെ കൊച്ചു മലയാളത്തിൽ 3 വാക്കെങ്കിലും അറിയാം. ബാനം, ആകാശം, മാനം, ബാണം, ആകാശം. ഇത്രയും പറഞ്ഞു, അല്ലേ? ഇനിയുണ്ട്
വാനം, ഗഗനം, വ്യോമം, വിഹായസ്, നഭസ്, ഖം, ആകാശം. എത്ര വാക്കുകളുണ്ട്. ഇനി ഒന്നുകൂടെ ചോദിക്കട്ടോ, ഈ അപ്പൂപ്പൻ ഒന്നുകൂടെ ചോദിക്കട്ടോ, വെള്ളം എന്നതിന് ഇംഗ്ലീഷിൽ എന്തു പറയും? വാട്ടർ. വാട്ടർ 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 എന്നൊക്കെ പറയും. വാട്ടർ വാട്ടർ എവരിവെയർ. പാട്ട് കേട്ട വെള്ളത്തിനൊരു ഇംഗ്ലീഷ് വാക്ക് കൂടെ പറയാവോ? ഉണ്ടോ? ഇല്ല. സായിപ്പന്റെ മുത്തച്ഛന് ചോദിച്ചാലും വെള്ളത്തിന് വേറൊരു വാക്ക് കൂടെ ഇല്ലേ ഇല്ല. ഒരിടത്ത് പോയി ചോദിച്ചാലും ഇല്ല. ഇംഗ്ലീഷുകാരത്ത് മുഴുവൻ ചോദിച്ചാലും വെള്ളത്തിന് വാട്ടർ എന്ന് പറയുന്ന ഒരു വാക്കേ ഉള്ളൂ. നമുക്ക് മലയാളത്തിന് വെള്ളം, ജലം, നീര്, വെള്ളം, ജലം, നീര്. ഇനി ഒരുപാട് വാക്കുണ്ട്, പറയും, കുട്ടികൾ പറയും. തോയം, സലിലം, ഉദകം, അംബസ്, അർണം, തോയം, പാനീയം, നീരം, ക്ഷീരം, അമ്പു, ശമ്പരം. എത്ര 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 വാക്കുകൾ. ഒന്നും ഒരു വാക്കല്ല, ഒരുപാട് വാക്കുകൾ. ഇഷ്ടം പോലെ എടുക്കാം അല്ലേ? നമ്മുടെ സഞ്ചിയിൽ ഒരുപാടുണ്ട്. നമുക്കെല്ലാം അറിഞ്ഞൂടാത്തോണ്ടാണ്. അത്രയും അറിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഭാഷയല്ലേ മലയാളം? ഉണ്ടോ? സംശയമില്ല. അതുകൊണ്ടാണ് മലയാളികൾ എന്ന് പറയണം, മനസ്സ് നിറഞ്ഞ് നിൽക്കണം എന്ന് പറയുന്നത്. ഈ ഭാഷ പഠിക്കുന്ന കുട്ടിക്ക് ലോകത്തെ മിക്കവാറും എല്ലാ ഭാഷയും ഉച്ചരിക്കാൻ കഴിയും. ഇംഗ്ലീഷ് ഭാഷ പഠിച്ചാൽ ലോകത്തെ എല്ലാ ഭാഷയും ഉച്ചരിക്കാൻ കഴിയില്ല. സത്യമായിട്ട് കഴിയില്ല. മറ്റെല്ലാ ഭാഷകളും ഉച്ചരിക്കാനുള്ള കഴിവ് മലയാളം പഠിച്ചാൽ കിട്ടും. മലയാളത്തിൽ ഒരുപാട് ഒരുപാട് പാട്ടിൻ്റെ താളമുണ്ട്. ഇംഗ്ലീഷിൽ 14 താളത്തിലെ പാട്ടെഴുതാൻ പറ്റുമോ? നമുക്ക് 14 കോടി താളത്തിൽ എഴുതാം. അങ്ങനെ 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 ഒരുപാട് ഒരുപാട്. ഇപ്പം എല്ലാം പറയണില്ല, പിന്നീട് പറയാം. നിങ്ങൾ നോക്കിക്കോളൂ. നമുക്കൊരു പാട്ട് പാടി നിർത്താല്ലേ? അല്ലേ? വീണ്ടും ഒരു പാട്ട് പാടി നിർത്താമോ? അച്ഛനമ്മമാരോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്. സ്വന്തം ഭാഷ വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. സ്വന്തം ഭാഷ ഇല്ലാത്ത മനസ്സ് ദാരിദ്ര്യമുള്ള മനസ്സാണ്, ഓർമ്മയില്ലാത്ത മനസ്സാണ്. ഭാഷ ഒരു നാടിൻ്റെ മുഴുവൻ ഓർമ്മയും ചൈതന്യവുമാണ്. സ്വന്തം ഭാഷയുടെ ഉച്ചാരണ ബലമുള്ള ഒരു കുട്ടിയാണ് ആത്മവിശ്വാസമുള്ള കുട്ടിയായി മാറുന്നത്. നട്ടലുള്ള കുട്ടിയായി, സ്വാതന്ത്ര്യബോധമുള്ള കുട്ടിയായി മാറുന്നത്. അവൻ മറ്റുള്ളവരെ കേവലം അനുസരിക്കുന്ന അടിമ ആവുകയില്ല. അതാണ് പ്രധാനം. അതുകൊണ്ട് സ്വന്തം ഭാഷ അറിയുക എന്ന് വെച്ചാൽ അപകർഷതാബോധം ഇല്ലാതാവുക എന്നർത്ഥം. സ്വന്തം ഭാഷ അറിയാത്ത ഒരു കുട്ടി, സ്വന്തം ഭാഷ മോശമാണെന്ന് കരുതുന്ന കുട്ടി, അപകർഷതാബോധം വിട്ടുപോകാത്ത കുട്ടിയായേ വളരൂ. അത് അപകടമാണ്. നിങ്ങൾ ഭാഷാ മനഃശാസ്ത്രം അന്വേഷിച്ചു നോക്കുക, കളക്റ്റീവ് മെമ്മറിയെ കുറിച്ച് പഠിച്ചു നോക്കുക, ജീനിന്റെ മെമ്മറിയെ കുറിച്ച് പഠിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാവും, ഒരു നാടിൻ്റെ സ്വന്തം ഭാഷ ആത്മാവിലുള്ള കുട്ടി മാത്രമേ പ്രതിഭാശാലി ആയി തീരൂ. ഉറപ്പാണ്. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഏത് ശാസ്ത്രമേഖലയിലേക്ക് പോയാലും ഈ കുഞ്ഞുങ്ങളിൽ നാട്ടുഭാഷ, നാട്ടുവികാരം, നാട്ടോർമ്മ, നാട്ടുമനസ്സ്, നാട്ടുചിന്ത, നാടിൻ്റെ ഭൂമിശാസ്ത്രം, നാട്ടിൻ്റെ രുചി, ഇതെല്ലാം ഉണ്ടായിരിക്കണം. അത് പ്രധാനം. അതാണ് വേണ്ടത്. അപ്പോ കുഞ്ഞുങ്ങൾക്ക് ഒരു പാട്ടുകൂടെ നിർത്താമോ? നമ്മള് പാടാമോ?
ആടി പാടി തോഴി ആടി പാടി തോഴി പാടി പാടി തോഴി രണ്ടാം മാനം കൊണ്ടൊരു ഞാലാടി പാടി തോഴി ആടി പാടി തോഴി പാടി പാടി തോഴി ഇനി സ്പീഡ് കൂട്ടാം. മൂന്നാം മാനം കൊണ്ടൊരു ഞാലാടി പാടി തോഴി നാലാം മാനം കൊണ്ടൊരു ഞാലാടി പാടി തോഴി അഞ്ചാം മാനം കൊണ്ടൊരു ഞാലാടി പാടി തോഴി ആറാം മാനം കൊണ്ടൊരു ഞാലാടി പാടി തോഴി ഏഴാം മാനം കൊണ്ടൊരു ഞാലാടി പാടി തോഴി എട്ടാം മാനം കൊണ്ടൊരു ഞാലാടി പാടി തോഴി ഇപ്പൊ ഊഞ്ഞാല് നല്ല സ്പീഡിൽ പോവുകയാണല്ലേ. ഇനി പതുക്കെ പതുക്കെ ഒന്ന് താഴണമല്ലോ, അതുകൊണ്ട് താഴാം. ഒമ്പതാം മാനം കൊണ്ടൊരു ഞാലാടി പാടി തോഴി പത്താം മാനം കൊണ്ടൊരു ഞാലാടി പാടി തോഴി ഇനി ആരാണ് ശ്വാസം വിടാതെ പാടുന്നതെന്നൊന്ന് നോക്കാം. എന്ത് ശ്വാസം വിടാതെ നോക്കാമോ? നോക്കാമോ? ആരാണ് ഏറ്റവും കൂടുതൽ ശ്വാസം പിടിച്ച് പാടുന്നത് നോക്കാം. തുടങ്ങാമോ? അത് പാടി നമുക്ക് നിർത്താം. ഈ അപ്പൂപ്പ പറയുന്ന പോലെ പറയുമോ? വടകര വളവിൽ വടകര വളവിലൊരറുപത് തെങ്ങുണ്ട് വടകര വളവിലൊരറുപത് തെങ്ങുണ്ട് വടകര വളവിലൊരറുപത് തെങ്ങുണ്ട് വടകര വളവിലൊരറുപത് തെങ്ങുണ്ട് 60 തെങ്ങിലും 60 പൊത്തുണ്ട് ആർക്കാണ് ഓർമ്മയുള്ളത് എന്ന് നോക്കണം. ഇപ്പൊ നോക്കണം. ഇത്രയും കുട്ടികളിൽ ആർക്കാണ് നല്ല ഓർമ്മയുള്ളത് എന്നിപ്പൊ നോക്കണം. നോക്കാലോ, ഊച്ചു പിടിച്ചു നോണം. വടകര വളവിലൊരറുപത് തെങ്ങുണ്ട് 60 തെങ്ങിലും 60 പൊത്തുണ്ട് 60 തെങ്ങുണ്ട് 60 തെങ്ങിലും 60 പൊത്തുണ്ട്. നോക്കാം. വടകര വളവിലൊരറുപത് തെങ്ങുണ്ട് 60 തെങ്ങിലും 60 പൊത്തുണ്ട് അതുകൊണ്ട് പിടിക്കുന്നുണ്ട്, വരുന്നുണ്ട്. ശ്വാസം വിടുന്നുണ്ട് ഇടയ്ക്ക്. ശ്വാസം വിട്ടാ പോയി, തോറ്റുപോയി. നോക്കാം. ഈ അപ്പൂപ്പ ശ്വാസം വിടാന്ന് പറഞ്ഞു. നിങ്ങൾ കൊച്ചുകുട്ടികളല്ലേ? ഒന്നുകൂടെ നോക്കാം, ഒരിക്കൽ കൂടെ നോക്കാം. വടകര വളവിലൊരറുപത് തെങ്ങുണ്ട് 60 തെങ്ങിലും 60 പൊത്തുണ്ട് വടകര വളവിലൊരറുപത് തെങ്ങുണ്ട് 60 തെങ്ങിലും 60 പൊത്തുണ്ട് 60 പൊത്തിലും 60 കിളിയുണ്ട് വരുന്നുണ്ട്. വടകര വളവിലൊരറുപത് തെങ്ങുണ്ട് 60 തെങ്ങിലും 60 പൊത്തുണ്ട് 60 പൊത്തിലും 60 കിളിയുണ്ട് എല്ലാരും കൂടെ ഒരുമിച്ച് പറയുമ്പോഴേ ഒന്നാവൂ, നന്നാവൂ. ഒന്നായാലേ നന്നാവൂ. നോക്കാം. വടകര വളവിലൊരറുപത് തെങ്ങുണ്ട് 60 തെങ്ങിലും 60 പൊത്തുണ്ട് 60 പൊത്തിലും 60 കിളിയുണ്ട് ഇനി അടുത്തൊരു സംഗതിയുണ്ട്, അവിടെ വെച്ച് നിർത്താൻ പോവാണ്.
വടകര വളവിലൊരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 കിളിയുണ്ട്. വടകര വളവിലൊരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 കിളിയുണ്ട്, 60 കിളികൾക്ക് 60 കുഞ്ഞുണ്ട്. ആർക്കാണ് ഓർമ്മയുള്ളത്? മലയാളം പഠിച്ചാൽ ഓർമ്മയുടെ നീളം ഭൂമി ചുറ്റി വരും. എന്നെ എന്റെ ഭൂമി ചുറ്റി വരാ ആശയം അല്ലേ? നമ്മൾ ഭൂമിയെ ചുറ്റി വരും, ഓർമ്മയുടെ നീളം വലുതായിട്ട് കൂടും. മലയാളം ഇങ്ങനെ പഠിക്കാം. എന്താ? നിങ്ങൾ മലയാളം പഠിക്കുമ്പോൾ നിങ്ങളുടെ നാവുകൾക്ക് ബലം കൂടും, നിങ്ങളുടെ കണ്ഠത്തിൻ്റെ ശക്തി കൂടും, നിങ്ങളുടെ മനസ്സിൻ്റെ വളർച്ച കൂടും. ഒരു സംശയവും വേണ്ട. അതാണ് ലോകത്തെ ഏറ്റവും നല്ല ഭാഷയുടെ ലക്ഷണം. ഇതാ ഈ സാറ് നിങ്ങളെ പഠിപ്പിക്കും. എന്ത് പഠിപ്പിക്കും? ആദ്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന നന്നായിട്ട് കൂവാണ്. അതാണ് സാറ് പഠിപ്പിക്കുന്നത്. സ്വന്തം ശബ്ദം എന്താണ് എന്നൊരു കുഞ്ഞ് അറിയുക. അവനവനെ അറിയുന്ന കുട്ടി. അങ്ങനെ ഉണർന്ന് കളിക്കാനാണ് ഈ ബാല്യം. കെട്ടിയിടപ്പെടാൻ അല്ല. തുമ്പികളെപ്പോലെ കിളികളെപ്പോലെ നിങ്ങൾ പാറുമ്പോൾ മലയാള നാട്ടിൽ വീണ്ടും പുഴകൾ ഒഴുകും. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നന്മയുടെ വലിയ വലിയ പുഴകൾ ഒഴുകി വരും. അത് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ഇതാ നമ്മുടെ ഈ കാലത്തെ യുവാവായ ഗുരു, ആദിശങ്കരൻ പറഞ്ഞ മാതിരി യുവാവായ ഗുരു വന്നിട്ടുണ്ട്. ശ്രീ അച്യുശങ്കർ, നമ്മുടെ ഏറ്റവും വലിയ മലയാളത്തിൻ്റെ മറ്റൊരക്ഷരമാണ് ശ്രീ അച്യുശങ്കർ. അദ്ദേഹവും നിങ്ങളോട് സംസാരിക്കും.
സാറ് പാടിയപ്പോൾ അവരുടെ എല്ലാ ശബ്ദവും ഒരേ കണക്കിന് വന്നില്ല. എന്താ വരാത്തതിന് അതിൻ്റെ കുറ്റക്കാർ നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കോപിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ പറയുന്ന ഒരു വാക്കുണ്ട്. ഈ കൊച്ചുകുട്ടികൾ സംസാരിക്കും, ഓടും, ചാടും, കളിക്കും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ കൂടുതൽ പറയുന്ന വാക്ക് കുഞ്ഞുങ്ങളോട് മിണ്ടരുതെന്നാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഉപയോഗിക്കുന്നത് മിണ്ടരുത് എന്നായിരിക്കും. രക്ഷിതാക്കൾ അവരെക്കാൾ മുതിർന്ന കുട്ടികളും ഒക്കെ പറയുന്നതാണ്. അപ്പൊ മിണ്ടാതിരുന്നാൽ കുട്ടി വെറും പാവക്കുട്ടിയാകും എന്ന് നമ്മൾ അറിയണം. വീട്ടിൽ കുട്ടികളെ ധാരാളം സംസാരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികളോട് സംസാരിക്കണം. നമ്മൾ എത്ര മാത്രം കുട്ടികളോട് ബന്ധപ്പെടുന്നു എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. കുട്ടികളെ അടുത്ത് വെച്ചിരുത്തി കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? കൊച്ചു കൊച്ചു പാട്ടുകൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എനിക്ക് 80 വയസ്സായി. ഇപ്പോഴും എൻ്റെ വീട്ടിൽ കൊച്ചുമക്കളോട് ഞാൻ ബോളി കളിക്കും. എനിക്കത് അപ്പൊ ഞാനൊരു കുട്ടിയാവുക. അപ്പൊ നമ്മള് കുട്ടികളെ അങ്ങനെ കാണണം. കുട്ടികളെ അടിച്ചിരുത്താനുള്ളതല്ല. നേരത്തെ മോസാദ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ ക്ലാസ്സിൽ ആദ്യം കൂവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾ ഇവിടെ ഇരിക്കാമെങ്കിൽ ആ കുട്ടികളെ കൊണ്ട് കൂവിക്കുന്നതിന് ഒരു പാട്ടുമുണ്ട്. അത് രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള പാട്ടാണ്, കുട്ടികൾക്കുള്ളതല്ല. ഞാൻ ആ പാട്ട് പാടാം. ഇപ്പോ മക്കളെ കേട്ടുകൊണ്ട് നിൽക്കുക. അത്തം ചിത്തിര ചോദി, പാടിക്കോ. അത്തം ചിത്തിര ചോദി, അച്ഛൻ കെട്ടിയ വേലി, അമ്മ പൊളിച്ചിട്ടരി വച്ചു, അച്ഛൻ വന്നു വഴക്കിട്ടു. അപ്പൊ ഇവിടെ വേറെ അത്തം ചിത്തിര ചോദി, അച്ഛൻ കെട്ടിയ വേലി, അമ്മ പൊളിച്ചിട്ടരി വച്ചു, അച്ഛൻ വന്നു വഴക്കിട്ടു. അമ്മ 2 വാക്ക്, അച്ഛൻ 2 വീക്ക്, ചെക്കൻ 2 തൂക്ക്. ഇത് രക്ഷിതാക്കൾ പഠിക്കാനുള്ള ഒരു പാഠം ഉൾക്കൊള്ളുന്ന പാട്ടാണ്. എന്തിനു കുട്ടി കൂവി? അതാണ് നമ്മൾ ആലോചിക്കാനുള്ളത്. കുട്ടി എന്തിനാണ് കൂവിയത്? അച്ഛൻ കെട്ടിയ വേലി, അമ്മ പൊളിച്ച് അരി വെച്ചു. അരി വെച്ചത് അച്ഛൻ വറകുണ്ടാക്കി കൊടുക്കാത്തത് കൊണ്ടാണ് അമ്മ വേലി പൊളിച്ചത്. ഞാൻ അച്ഛന് വഴക്കിട്ടു. അപ്പൊ അമ്മ തിരിച്ചു പറഞ്ഞു. അച്ഛന് മാത്രം പറയാനുള്ളതല്ല, അമ്മയ്ക്കും പറയാൻ അവകാശമുണ്ട്. അമ്മ തിരിച്ചു പറഞ്ഞു. അപ്പൊ അച്ഛൻ അമ്മയെ ഇടിയിടിച്ചു. അപ്പൊ അത് കണ്ടോണ്ട് നിന്നപ്പോ ചെറുക്കന് കൂവാനാണ് തോന്നിയത്. കൂവണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അച്ഛനും അമ്മയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് അരുതാത്തത് ചെയ്താൽ കുട്ടി കൂവും. കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല വഴക്ക് കൂടാനുള്ളത്. കുട്ടികളുടെ മുമ്പിൽ കാണിക്കേണ്ടത് മാത്രമേ കാണിക്കാവൂ. ഇല്ലെങ്കിൽ കുട്ടികൾ പ്രതികരിക്കുന്ന കുട്ടികളെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് വീട്ടിൽ രക്ഷിതാക്കൾ കുട്ടികൾ സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കണ എന്ന് പറയാതിരിക്കാൻ മനസ്സുണ്ടാകണം. മറ്റൊന്ന്, കുട്ടികൾ തമ്മിൽ അടികൂടിയ പള്ളിക്കൂടത്തിലെ കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയും. പള്ളിക്കൂടത്തിലെ കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയും. ആ കുട്ടി എങ്ങനെ ചെയ്തു, പിന്നെ അങ്ങോട്ട് പിടിച്ചു തള്ളി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, മക്കളെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ പറയും, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിന്റെ കാര്യം മാത്രം നോക്കാൻ കുട്ടിയെ സ്വാർത്ഥനാകാനാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചാൽ ഇവരെ പോലുള്ള ആളുകൾ ഉണ്ടാകുമോ? നീ നിന്റെ കാര്യം മാത്രം നോക്കിയെങ്കിൽ ഇവരെ പോലുള്ള ആളുകൾ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. കുട്ടി അങ്ങനെ പഠിപ്പിക്കുന്നത്. നിന്റെ കാര്യം മാത്രം നോക്കാനല്ല കുട്ടിയെ വളർത്തേണ്ടത്, സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ളത്. ഇത് 2 കാര്യവും രക്ഷിതാക്കൾ ഓർക്കണം. പിന്നെ മലയാള പള്ളിക്കൂടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ പള്ളിക്കൂടത്തിൽ
നാട്ടിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കാറ്. കുട്ടികളെ സംസാരിപ്പിക്കാനും ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ അവർക്ക് സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണ്. പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനുള്ള എല്ലാ അറിവും ഇവിടെ നിന്ന് നൽകുന്നു. നമ്മുടെ അറിവുകൾ ചെറുതല്ല, വളരെ വലുതാണ്. നമുക്കെന്തറിയാം? അവരൊരു സ്വയം വിലയിരുത്തുക. നമുക്കെന്തറിയാം? ഒന്നും അറിഞ്ഞൂടാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എനിക്കൊന്നും അറിയില്ല. ആ ബോധം നമുക്കുണ്ടായാൽ നമ്മൾ കിട്ടുന്ന എല്ലാ അറിവുകളും സ്വീകരിക്കും. അങ്ങനെയാണ് കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത്. ഞാൻ ഇവിടുത്തെ ഒരു അധ്യാപകനാണ്. എനിക്ക് ചില നിർബന്ധ ബുദ്ധിയുണ്ട്. ഒരു കാര്യത്തിൽ കൃത്യമായി പള്ളിക്കൂടത്തിൽ വരിക. അതിന് നിങ്ങൾ വിചാരിച്ചാലേ നടക്കും. കുട്ടികളെ അതിന് തയ്യാറാക്കി ഇവിടെ ഒരു 10:30-ക്കാണെങ്കിൽ 10:20 മിനിറ്റ് നേരത്തെ സ്കൂളിൽ എത്തണം. അപ്പൊ ഇവിടെ കുട്ടികളെ കൂടി അവരുടെ പ്രാർത്ഥന, അങ്ങനെ ചില അസംബ്ലിയൊക്കെ ഉണ്ട്. ആ അസംബ്ലിയിൽ അന്നത്തെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പൊതുകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതിന്റെ മുമ്പേ ഇരിക്കുന്ന കൊച്ചുമക്കള് നേരത്തെ പ്രതിജ്ഞ ചൊല്ലി. അപ്പൊ പ്രതിജ്ഞ ചൊല്ലിയപ്പോൾ കണ്ട ഒരു കാര്യം ഇപ്പൊ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഭ എന്ന അക്ഷരം കൊച്ചുമക്കൾ കേട്ടോളണം. എന്റെ ചുണ്ടിൽ നോക്കിക്കോ. ഭ എങ്ങനെയാ ചുണ്ടു വെച്ചിട്ട് ചുണ്ടു തമ്മിൽ തൊടുന്നു. ഇങ്ങനെ തൊട്ടെ. ഭാഷ, ഭാരതം, ഭീമൻ, ഭൂതം. പല ചുണ്ടുകൾ തമ്മിൽ തൊട്ടേ ആ അക്ഷരം പറയാവൂ. ഭ എന്ന അക്ഷരം. അതുപോലെ എങ്ങനെയാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്നൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇവിടെ പ്രത്യേകം നമ്മൾ തയ്യാറാകുന്നുണ്ട്. അപ്പൊ കൃത്യമായി സ്കൂളിൽ വരാതിരുന്നാൽ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന കുട്ടികൾക്ക് കിട്ടുന്നത് 3 മണിക്കൂർ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം 3 മണിക്കൂർ. പിന്നീട് അടുത്ത ആഴ്ച വന്നില്ലെങ്കിൽ പിന്നീട് എത്രയും 2 ആഴ്ച സമയം ഇടവേള കിടക്കുക. അപ്പൊ പഠിച്ചതെല്ലാം കുട്ടി മറക്കും. കൃത്യമായി എല്ലാ ദിവസവും കുട്ടികളെ അയക്കാനുള്ള ബാധ്യത രക്ഷിതാക്കൾ ഏറ്റെടുക്കണം. നിങ്ങളും ഞങ്ങളും കൂടെ ചേർന്നാലേ വിദ്യാലയം മനോഹരമാക്കി തീർക്കാനൊക്കെ. വിദ്യാലയം എന്ന പേരിന്റെ അർത്ഥം കേൾക്കത്തക്ക വിധത്തിൽ നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനൊക്കെ. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളും അന്യരല്ല, വ്യത്യസ്തരല്ല. നമ്മളൊന്ന് എന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ വിദ്യാലയം ഭംഗിയായി നടത്താൻ കഴിയും. സാറ് പറഞ്ഞതുപോലെ ഇത് ഭംഗിയായി നടത്തിക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹമാണ്. സാർ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെങ്കിലും അവശേഷിക്കുമെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. കാരണം മലയാളത്തിനോട് അത്രമാത്രം താല്പര്യമുള്ളതുകൊണ്ടാണ് ഇത്രയും പേരിലൂടെ വന്നത്. അത് രക്ഷിതാക്കൾ അറിഞ്ഞ് പ്രവർത്തിക്കുക, അതാണ് പ്രധാന കാര്യം. പിന്നെ കുട്ടികളുടെ നഖം വെട്ടുന്ന ജോലി അമ്മമാരെ ഏറ്റെടുക്കണം. ഞങ്ങൾ അതൊക്കെ നോക്കും. വെറും മലയാളം പഠിപ്പിക്കുക മാത്രമല്ല, ഒരു നല്ല മനുഷ്യനെ എങ്ങനെ വാർത്തെടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് അറിയാവുന്ന രീതിയിൽ ഉപദേശിച്ചു കൊടുക്കും. നല്ല മനുഷ്യനെ വാർത്തെടുക്കുക, അതോടൊപ്പം മലയാളവും പഠിക്കുക. അല്ല, നല്ല മനുഷ്യനില്ലാതെ കുറെ മനുഷ്യരെ വാർത്തെടുത്തിട്ട് കാര്യമില്ലല്ലോ. നല്ല മനുഷ്യനെ വാർത്തെടുക്കാൻ എന്തെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ നിങ്ങൾ അതിന് നിർദ്ദേശങ്ങൾ നൽകിയാൽ അത്തരത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ തല്ലില്ല, അടിയില്ല, മാർക്കുമില്ല, അതാണ് പരീക്ഷയില്ല. മക്കൾ കുഞ്ഞുമക്കളറിയാൻ പരീക്ഷയില്ല, അടിയില്ല, ശകാരിക്കില്ല. ഞാനും എൻ്റെ കൊച്ചുമക്കളും, അതാണ് എനിക്ക് ഇവരെക്കാൾ പ്രായമുള്ള കൊച്ചുമക്കളുണ്ട്. എൻ്റെ കൊച്ചുമക്കളുടെ മക്കൾക്ക് കഴിഞ്ഞ പുരോഗത്തിന് അക്ഷരം എഴുതിയ അക്ഷരം തുടങ്ങിച്ച ആളാണ് ഞാൻ. കൊച്ചുമക്കളുടെ മക്കൾക്ക്. അപ്പൊ ഇതെല്ലാം എൻ്റെ കൊച്ചുമക്കളാണ്. ആ മക്കളോട് എങ്ങനെയാണോ അപ്പൂപ്പൻ പെരുമാറുന്നത്, എന്നെ സാറെന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നെ വിളിക്കേണ്ടത് അപ്പൂപ്പൻ എന്നാണ്. നിങ്ങളുടെ എല്ലാം
ഒരു അപ്പൂപ്പൻ എന്ന നിലയിൽ നമുക്ക് അപ്പൂപ്പനും കൊച്ചുമക്കൾക്കുമായി ഇവിടെ കളിച്ച് ചിരിച്ച് കഥ പറഞ്ഞ് പാട്ടുപാടി കടങ്കഥ ചൊല്ലി പഴഞ്ചൊല്ലി ചൊല്ലി ഒരുപാട് അറിവുകൾ നമുക്ക് നേടാം. ഇപ്പൊ ഒരു കടങ്കഥ പറയാമോ? ഞാൻ പറഞ്ഞുതരാം. എല്ലാരും പറയണം. മൊട്ടത്തലയും മേൽമുണ്ടും പറഞ്ഞേ. മൊട്ടത്തലയും മേൽമുണ്ടും വട്ട കണ്ണട പാൽച്ചിരിയും വട്ട കണ്ണട പാൽച്ചിരിയും ഊന്നി നടക്കാൻ ഒരു വടിയും അറിയാമോ? ആർക്കെങ്കിലും പറയാം? അപ്പൂപ്പൻ തന്നെ. ഗാന്ധിയപ്പൂപ്പൻ. ആരാണ് ഗാന്ധിയപ്പൂപ്പനല്ലോ? മിടുക്കരായ കുട്ടികളുണ്ട്. എല്ലാവരും മിടുക്കരാണ്. ആരും മോശക്കാരല്ല. എല്ലാം നല്ല മക്കളാണ്. നേരത്തെ എവിടെയിരുന്നു വെള്ളത്തിന്റെ പര്യായ പദം ചോദിച്ചപ്പോ അവിടെ മൂലക്കിരുന്ന് തോയം എന്ന് പറയാൻ തക്ക അറിവുള്ള കുട്ടികളാണ്. നമ്മളെക്കാൾ പല കാര്യങ്ങളിലും കുട്ടികൾ മിടുക്കരാണെന്നുള്ള ദോഷം നമുക്കുണ്ടാവും. ഇപ്പൊ ഒരു കാര്യം ഒരു പിന്നെ മൊബൈൽ ഫോൺ എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്താൽ നമുക്ക് അറിഞ്ഞൂടാത്ത അവൻ കാണിച്ചു തരും. അതപ്പോ അവന് അറിവില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ തള്ളിക്കളയുന്ന അറിവുണ്ട്. അതിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കാൻ രക്ഷിതാക്കൾ വീട്ടിൽ രക്ഷിതാക്കൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ആൾക്കാരുള്ള എല്ലാം കൊടുക്കണം. കുട്ടികൾ നമ്മുടെ അടിമകളല്ല എന്ന് നാം രക്ഷിതാക്കൾ തിരിച്ചറിയണം. കുട്ടികളോട് രക്ഷിതാക്കൾ നിങ്ങൾക്ക് ഒരുപാട് സമയം കുറവുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ ഈ ഉദ്യോഗം വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്കറിയാം. എന്റെയും ഒരു മരുമകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയമില്ല എന്ന് പറയുന്നത് നമ്മുടെ സമയത്തെ ശരിയായി ഉപയോഗിക്കാത്തത്. പലരും പറയുമ്പോ അക്ക എനിക്ക് സമയം എനിക്ക് എന്ന് പറയുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഉണ്ട്. ഒരു ജോലിയില്ല. സമയവും ടിവിയുടെ മുമ്പത്തെ സമയം കളയുന്ന ആളുകളാണ് കൂടുതൽ. നിങ്ങൾ അങ്ങനെയുള്ളവരല്ല, നിങ്ങൾ ഉദ്യോഗസ്ഥരാണ്. അപ്പൊ നിങ്ങൾക്ക് സമയം കണ്ടെത്തി കുട്ടികളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ മനസ്സുണ്ടാകണം. പള്ളിക്കൂടത്തിൽ കുട്ടികളെ കൃത്യമായി അയക്കണം. 9:20 അല്ല 10:20 അതിനപ്പുറം വരരുത്. ഞാൻ നെടുമങ്ങാട്ട് നിന്നാണ് ഉള്ളത്. അറ്റത്താവരൊക്കെ ഒരുപാട് ദൂരെ നിന്നാണ്. 10:20 എന്ന് പറഞ്ഞാൽ ഞാൻ 10 മണിക്ക് ഇവിടെ എത്തും. അത് ആ തർക്കവുമില്ല. ജീവിതത്തിൽ ഒരിടത്തും താമസിച്ചില്ലെന്ന സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് ഒരിടത്തും താമസിക്കില്ല. പറയുന്ന സമയത്ത് എത്തും. ഇന്നിപ്പോ 3 മണിക്കാണെങ്കിലും 2:30 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 2:15 ഇവിടെ എത്തി. അപ്പൊ അങ്ങനെ നമ്മൾ സമയം നിഷ്ഠ വയ്ക്കണം. കുട്ടികൾ അത് കണ്ടു പഠിക്കണം. സമയം നിഷ്ഠ പഠിക്കണം. സമയത്തിന്റെ വില എന്താണെന്ന് കുട്ടികൾ അറിയണം. അത് രക്ഷിതാക്കൾ വിചാരിച്ചാൽ മതി. നമുക്ക് ഞാൻ ഇനി പറയാനുള്ളത് അപ്പോൾ പറയും. ഞാൻ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്ന പ്രകൃതിയുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ സാറിനെ പഠിപ്പിക്കുന്ന ദിവസമായി. അതുകൊണ്ട് സാറിനെയും വീണ്ടും ഉടനെ ഉള്ള വെച്ച് കാണാൻ കഴിഞ്ഞ അച്യുതൻ സാറിനെ ഒരുപാട് ദിവസമായി. എല്ലാവരെയും കാണാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.